ഇറ്റ്സ് ആൻസമായി ഹിയർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വേറെ തരം ബ്ലോഗാണ്. ഇന്ന് നമ്മളൊരു കുളിസീനാണ് കാണാൻ പോകുന്നത്. കുളിസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോബി ചെക്കനെ നമ്മളിന്ന് കുളിപ്പിക്കാൻ പോവുകയാണ്. കുറേ നാളായി കുളിച്ചിട്ട് ആൾക്കറിയില്ല കുളിപ്പിക്കാൻ പോവാണെന്നുള്ള കാര്യം. അപ്പം നമുക്ക് കുളിസീൻ കാണാം. ഞാൻ പുറത്തിറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവൻ ഇരിക്കുന്നത്. കുളിപ്പിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറും. കൂട്ടിലിട്ട് കുളിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആളിത്തിരി ഭയങ്കര സീനായിട്ടുള്ളൊരു ആളാണ്. അതുകൊണ്ട് നമ്മളെ തുറന്ന് കഴിഞ്ഞാൽ ഇറങ്ങി ഓടും അവൻ. ഇപ്പം ഞാൻ വന്ന കാരണം ഇത്തിരി ക്യൂട്ട്നെസ് ഇട്ട് ഇങ്ങനെ കിടക്കാണ്. ടോബിയെ എണ്ണ തേക്കണ്ട മുന്നേ കുളിക്കണ്ടേ എനിക്ക് ക്യൂട്ട്നെസ് ഇട്ടിരിക്കുക. എന്തോ ഒരു അപകടം അവന് മണക്കുന്നുണ്ട്. അതാണ് അവൻ ഇങ്ങനെ കിടന്ന് ക്യൂട്ട്നെസ് ഇടാൻ. ചെക്കൻ കുളിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. കുളിക്കുമ്പോൾ ചുനും കണ്ട് കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് എണ്ണ. നമ്മൾ എണ്ണ തേപ്പിച്ചാണല്ലോ ഉണ്ണികളെ കുളിപ്പിക്കുക. അപ്പം നമ്മളെ ടോബി ഉണ്ണിനെ കുളിപ്പിക്കുന്നത് എണ്ണ തേച്ചിട്ടാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഷാമ്പു ഇടും. ഹിമാലയയുടെ ഷാമ്പു ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം നമ്മളെ ടോബിനെ ഇപ്പം എണ്ണ തേപ്പിക്കാൻ പോവാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് എണ്ണ തേപ്പിക്കാൻ പോവാന്ന്. നിൽക്കടെ സുന്ദരി പെണ്ണാണ് നക്കി കളച്ച് കളയാണ് അവൻ. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തേച്ച് കൊടുക്കണം. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. നക്കരുത്. ആ സുന്ദരി ചെക്കനല്ലത്. സുന്ദരി പെണ്ണ് കുളിക്കണ്ടേ? എത്ര നാളെ കുളിച്ചിട്ട്? ഉണ്ണിക്കാൽ വളരെ വളരെ ചെറുതാ. ഉണ്ണിക്കാൽ വളരെ വളരെ നമ്മളിതിനെ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞു. കുറച്ച് എണ്ണയൊക്കെ തേക്കുള്ളൂ. അവനവൻ അധികം അങ്ങനെ എണ്ണ തേക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മളൊരു ബോഡിക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാമ്പു ഇടുന്നത്. അപ്പോൾ വേറെ കൊണ്ട് എണ്ണ തേപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് കുളിപ്പിക്കാൻ പോവാണ്. ദേഷ്യം വരുന്നുണ്ട്, നോക്കണ്ട. മതി. ഇങ്ങനത്തെ കണ്ടുകൂടാത്തൊരു സാധനമാണ്. പിന്നെ ഇവനെ കുളിപ്പിക്കണോ ഇപ്പം ഞാനും കുളിച്ച് കിട്ടുന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ദേഷ്യം വരാണ്ടവനെ. ചാടിയിരുത്ത് മഞ്ഞോ. നമ്മുടെ ഇന്ന് എത്ര ദിവസം കുളിച്ചിട്ടോ ബേ? ഇങ്ങനെ എത്ര ദിവസം കാര്യങ്ങൾക്ക് കുളിക്കാണ്ട് നടക്കാൻ പറ്റുമോ? എടാ ചില സുഖല്ലേ പൊന്നോ വെള്ളം വീഴുമ്പോ? അവിടെ കിട്ടാ പൂവരുത്, ചാടരുത്. ചാടില്ല അവൻ ചാടാറില്ല. വെള്ളം ആദ്യം ഇങ്ങനെ വീഴണതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ആൾക്ക്. ഇതാ എന്നെ വലിയ കാര്യമാണ് കേട്ടോ. ഇതാണ് അതൊന്നും നല്ലോണം കൂടെയുള്ള പോമറേനിയനാണ്. അവൻ്റെ പേര് ടോബി എന്നാണ്. അത് ഞാൻ പറഞ്ഞില്ല. ടോബി പോമറേനിയനാണ്. അവന് നല്ല കൂടെയുള്ള കുട്ടിയാണ്. നല്ല സ്നേഹമാണ് കേട്ടോ. നല്ല സ്നേഹമാണ് അവന്. ഞങ്ങളെയൊന്നും ഇതുവരെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സുഖം കുളിക്കുമ്പോ ഉണ്ണിവാവ ഇങ്ങനെ നിന്ന് തന്നുണ്ട്. ടോബി കുഞ്ഞ് ഇങ്ങനെ നിന്ന് തന്നാലും നമ്മളവനെ ഷെയിം കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. ഉണ്ണിക്കാൽ വളരെ വളരെ ചെറുതാ. ഉണ്ണിക്കര എല്ലാം ഇങ്ങനെ നക്കി കുടിച്ചുകൊണ്ടിരിക്കും. അത് വേറൊരു കാര്യം. കൂടെ കൊഴിഞ്ഞിട്ട് നോക്കൂ. അപ്പോൾ അതിന് മഴക്കാലമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ നേരിട്ട് ചെളിയൊക്കെ ഉണ്ട്. നന്നായി നമ്മളിങ്ങനെ വരച്ചൊക്കെ കഴുകുന്നുണ്ട്. ആള് സ്വന്തമായിട്ട് വൃത്തിയാക്കണ്ട്. നമ്മൾ അതിൻ്റെ ഒപ്പം അവനൊന്നും ഇതാക്കുന്നുണ്ട്. 5 മിനിറ്റ് അവൻ നിന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിക്കുക. അവൻ അധികം നേരം ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നത് ഇഷ്ടമല്ല. വാ ഇങ്ങോട്ട് വാ. ഇപ്പം ഇങ്ങോട്ട് വായോ? എന്താണ് നമ്മൾ മുഖത്ത് ആദ്യം അവരെ മുഖത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് പാനിക്കോ. ആ മേലൊക്കെ ഒഴിച്ച് നമ്മൾ പതുക്കെ കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് തിരുമ്പി കൊടുക്കാം. എവിടെയും ടോപ്പിക്കായി അത് സുന്ദരി പെണ്ണാണോ ഇത്? ചാടാൻ ഇപ്പൊ തക്ക നോക്കിയിരിക്കുന്ന ആളാണ്. ഇത്ര നാളായി എൻ്റെ കുഞ്ഞു കുളിച്ചിട്ട്. കുഞ്ഞുമാവേനെ നമ്മൾ ഇത് ചെയ്യാണ്, തുടക്കാണ്. അവൻ എന്ത് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അത് അവന് വേണം. ഇതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ്. ഒന്ന് തരുമോ തുണി? ഒന്ന് തുടച്ച് തരാനോ പൊന്നോ? ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ടോബി അടിപൊളിയാണ്. ടോബിയൊക്കെ കുളിയൊക്കെ കണ്ട് സുന്ദരിയായിട്ട് നിൽക്കുകയാണ് ടോബി ഗൈസ്. ബൈ ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ചാൻസ് ഹിയർ. ബൈ.